Hello, greetings and welcome from AME Super English. The next one is the third main group. We start from boron. When I was explaining the second group, I told you the beryllium is not very important for 9th and 10th, but you should know the name and the symbol. The third group also is starting with boron, but there are not many chemical equations with the boron. But next one is very important, and it is very important in our daily life, which is aluminium. That is an English word. Al is the symbol for that. After aluminium, it is gallium. ഗാലിയം അതും കെമിക്കൽ ഇക്വേഷൻസിൽ അധികം വരുന്നില്ല, പക്ഷെ അതിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ 2 മാർക്കിന് 1 മാർക്ക് 2 മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അവിടെയൊക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരെണ്ണം എഴുതിയാൽ മതി, അടുത്തത് പഠിക്കുകയേ വേണ്ട. തൽക്കാലം നിങ്ങൾ 11ലും 12ലൊക്കെ വരുമ്പോൾ മതി, അടുത്ത് എഴുതാൽ മതി ഇന്ത്യ. അപ്പോൾ ഇതിനകത്ത് ബോറോൺ അലുമിനിയം ഗാലിയം ഇന്ത്യ. നിങ്ങൾക്ക് അത് എങ്ങനെ വേണേലും പഠിക്കാം. ബോറോൺ അലുമിനിയം ഗാലിയം ആൻഡ് ഇന്ത്യ രണ്ടെണ്ണേ ഉണ്ടാവും ഈ രീതിയിൽ. ഈ ഗ്രൂപ്പ് പഠിക്കണം, പഠിച്ചെങ്കിൽ മാത്രമേ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഫോർമുല ഈസി ആയിട്ട് ഏതിൻ്റെ ഫോർമുല വേണമെങ്കിലും ഒരു റെഫറൻസും ഇല്ല, നിങ്ങൾക്ക് തനിയെ എഴുതാൻ പറ്റും. ബട്ട് അത് ഗ്രൂപ്പ് വൈസ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് ഫിനിഷ് ചെയ്തു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലുമിനിയമാണ്. അലുമിനിയം നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. നമ്മുടെ വീട്ടിലെ എത്രയോ പാത്രങ്ങൾ, പണ്ട് ഇരുമ്പിൻ്റെ സാധനങ്ങൾ, ഉരുക്കിൻ്റെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്നതെല്ലാം ഈ അലുമിനിയം കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അലുമിനിയം വളരെ ലൈറ്റാണ്, അത്ര ബലമില്ല. പക്ഷേ അലുമിനിയം അലോയി ആക്കി വേറെ ചില മെറ്റൽസോ നോൺ മെറ്റൽസോ ആയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ മെനി ഓഫ് ദ applications of iron and or steel has been replaced by aluminium. നിങ്ങൾ രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഫുഡ് പൊഴിയുമ്പോൾ അവിടെ ഒരു അലുമിനിയം ഫോയിലൊക്കെ എടുത്ത് അതിലായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പാക്ക് ചെയ്യുന്നത് തന്നെ അലുമിനിയം ഫോയിലായിരിക്കും. അങ്ങനെ അലുമിനിയം ഹാസ് എ ലാർജ് നമ്പർ ഓഫ് യൂസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. ആൻഡ് ഇത് കേട്ടതിന് ശേഷം ഇത് കേൾക്കുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ഇത് ഓക്കെ ആണോ, ഇതേ സ്പീഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടെങ്കിൽ അതും താഴെ നിങ്ങൾ എഴുതിയാൽ സമയം വരുന്നതനുസരിച്ച് ഞാനത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.